1201 മലയാള മാസം പുതുവർഷ നക്ഷത്രഫലം രാശിഫലമാണ്. കൂറുഫലം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിയുടെ നക്ഷത്രഫലമാണ് പറയുന്നത്. മേടൻ രാശിയാണ് മേടക്കൂറ്. മേടൻ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാലി. അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2025 ഒക്ടോബർ 18 വരെ വേഴം 3-ലും അതിനുശേഷം 4-ലും 2025 ഡിസംബർ 5-ന് ശേഷം വേഴം 3-ലും 2026 ജൂൺ 1-ന് ശേഷം 4-ലും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും വരുന്നു. അതുകൊണ്ട് ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആർക്ക്? മേടക്കൂറുകാർക്ക്. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാലി ഇവരുടെ രാശിഫലം. ഇവർക്ക് സ്വജന ബഹുമാന്യത കൂടും. അതായത് ഇവർക്ക് സ്വജനങ്ങളുമായും സജ്ജനങ്ങളുമായും ഒക്കെ ബഹുമാന്യത കൂടാനാണ് ഈ സമയം, ഈ പുതുവർഷം ഇവർക്ക് വരുന്നത്. സജ്ജന ബഹുമാന്യത കൂടും. ധനധാന്യ ലപ്തി ഉണ്ടാകും. അതായത് ധനധാന്യ ലപ്തി ഉണ്ടാകാം. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. വ്യവഹാര സംബന്ധമായ വിജയം ഇവർക്ക് ഉണ്ടാകാം. വർഷാന്ത്യത്തിൽ ഗ്രഹപുഷ്ടിയും ഉദ്യോഗലപ്തിയും ഇവർക്ക് കിട്ടും. വർഷാന്ത്യത്തിലെ ഗ്രഹപുഷ്ടി ഉണ്ടാകും, ഉദ്യോഗലപ്തി ഉണ്ടാകും. അതുകൂടാതെ ഇവർക്ക് ഉദ്യോഗലപ്തിയും വിദേശ യാത്രാ ഗുണങ്ങളും ഇവർക്കുണ്ടാവും. വിദേശ യാത്ര, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ വിദേശയാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. അതുകൂടാതെ അധിക ചെലവ് വന്നു ചേരും. ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ പുതുവർഷം മേടക്കൂറുകാർക്ക്. അപ്പോൾ അധിക ചെലവ് വരാം, കാര്യ തടസ്സങ്ങൾ വരാം. അപ്പൊ ഗുണങ്ങളും മാത്രമല്ല ദോഷങ്ങളും ഇവർക്കുണ്ടാകാം. കാര്യ തടസ്സങ്ങളും വരാം. ബന്ധുവിരോധം വരും. ബന്ധുജന വിരോധം വരും. വാഹന ഭയം വരും. വാഹന സംബന്ധമായ ഭയം ഉണ്ടാകും. ആരോഗ്യഹീനതയുണ്ടാവും. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും. ദാമ്പത്യ സുഖഹീനതയും ഇവർക്കുണ്ടാകും. ദാമ്പത്യപരമായ സുഖഹീനതയും ഇവർക്കുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാലി ഇവർക്ക് 7.5 ശനി സമയം കൂടിയാണ്. കാരണം ഇവരുടെ 12-ലാണ് ശനി നിൽക്കുന്നത്, അല്ലേ? അപ്പൊ മേടക്കൂറുകാരുടെ 12 എന്ന് പറയുമ്പോൾ ഇവർക്ക് 7.5 ശനിയാണ്. 7.5 ശനിയുടെ ദോഷവും കൂടി ഇവർക്ക് അനുഭവത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ഇവർക്ക് ജാതകവശാൽ ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ 7.5 ശനി ദോഷവും മറ്റ് ദോഷാനുഭവങ്ങളും കുറഞ്ഞു വരും. കൂടുതൽ കഷ്ടത ഉണ്ടായില്ല. എന്നാൽ ശനി നല്ല ജാതകത്തിൽ നല്ല സ്ഥാനത്തല്ലെങ്കിൽ ഗോചരപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇവർക്ക് ഈ വർഷം വന്ന് സംഭവിക്കാം. ഈ ഇടവക്കൂറിൻ്റെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇടവക്കൂറ്, ഇടവൻ രാശി. ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, അര. കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, അര ഈ നക്ഷത്രങ്ങളുടെ 1201 മലയാള മാസ പുതുവർഷ നക്ഷത്രഫലം അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക്
2025 ഒക്ടോബർ 18 വരെ വേഴം 2-ലും അതിനുശേഷം 3-ലും 2025 ഡിസംബർ 5 ശേഷം വേഴം 2-ലും 2026 ജൂൺ 1 ശേഷം 3-ലും ശനി 11-ലും രാഹു 10-ലും കേതു 4-ലും വരുന്നു. ഗോചരവശാൽ ഇങ്ങനെയുള്ള കാര്യത്തിനാൽ ഈ വർഷം സാമാന്യേന ഗുണഫലമായിരിക്കും ഈ എടവക്കൂറുകാരായ കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം, അര ഈ നക്ഷത്രക്കാർക്ക്. ഇവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ച് ഈ പുതുവർഷം കർമ്മഗുണം ഉണ്ടാകുന്നതാണ്. കർമ്മത്തിൽ ഗുണമുണ്ടാകും, അതായത് പ്രവർത്തികളിൽ വിജയം ഉണ്ടാകും. വിവാഹ സംബന്ധമായ മംഗളകർമ്മങ്ങൾ ഇവർക്ക് നടക്കും. അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ വിവാഹ സംബന്ധമായ മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടവരും. സന്താനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. സന്താനലബ്ധി ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകും. വിദേശയാത്ര, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഇവർക്കുണ്ടാകും. വിദേശയാത്ര പോകാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും അവസരമുണ്ടാകും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും. ധനനേട്ടങ്ങളുണ്ടാകും. ധനപരമായ ശ്രേയസ് ഇവർക്കുണ്ടാകും. വാഹന ലാഭം ഉണ്ടാകാം. വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ പുതുവാഹനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ലാഭമോ ഇവർക്കുണ്ടാകും. വസ്ത്രലാഭം എന്നിവയും ഇവർക്കുണ്ടാകും. കൃഷി, കച്ചവടം, കൂട്ടുകച്ചവടം എന്നിവയിൽ നിന്നും ഇവർക്ക് ലാഭം ഉണ്ടാകും. ഈ കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം, അര ഈ എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക്, പൊതുപ്രവർത്തകർക്കൊക്കെ ഉയർച്ച ഉണ്ടാവുന്ന ഒരു കാലമായിരിക്കും ഈ സമയം. വർഷാവസാനം എന്നാൽ ഇവർക്ക് സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വജന വിരോധവും ഇവർക്ക് കിട്ടും. സാമ്പത്തിക സുഖഹീനത അനുഭവിക്കാൻ ഇടവരും. കുടുംബത്തിൽ കുടുംബ അംഗങ്ങൾ തമ്മിൽ ഐക്യതയില്ലാത്ത അവസ്ഥയും വന്നു ചേരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ ഇടവക്കൂറിലെ ഈ കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം, അര ഈ നക്ഷത്രങ്ങൾക്ക്. മിഥുനക്കൂറിന്റെ രാശിഫലം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാൽ. മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രങ്ങൾ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2025 ഒക്ടോബർ 18 വരെ വേഴം ജന്മത്തിലും അതിനുശേഷം 2-ലും 2025 ഡിസംബർ 5 ശേഷം വേഴം വീണ്ടും ജന്മത്തിലും വരും. 2026 ജൂൺ 1 ശേഷം വീണ്ടും 2-ലും വരും. ശനി 10-ലും രാഹു 9-ലും കേതു 3-ലും വരുന്നതിനാൽ ഈ പുതുവർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ മിഥുനക്കൂറുകാർക്ക് 1201 ആണ്ട് മലയാള മാസ പുതുവർഷ ഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് ഗുണവും എന്തൊക്കെ ദോഷമുണ്ടെന്ന് നോക്കാം.
ഇവർക്ക് കർമ്മ പുരോഗതി ഉണ്ടാവും. കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും. കർമ്മം എന്താന്ന്? പ്രവർത്തികളിൽ പുരോഗതി ഉണ്ടാവും. വിദ്യാഗുണം ഉണ്ടാവും. വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ മറ്റുള്ളവർക്കോ ആണെങ്കിലോ വിദ്യ അഭ്യസിക്കുന്നവർക്ക് വിദ്യാഗുണം ഉണ്ടാകും. അഭീഷ്ടസിദ്ധി ഉണ്ടാകും. അഭീഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹസിദ്ധി, അഭീഷ്ടസിദ്ധി ഉണ്ടാകും. ദാമ്പത്യ സുഖം ഇവർക്കുണ്ടാകും. ദാമ്പത്യപരമായ കുടുംബത്തിൽ നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാകാം. ദാമ്പത്യ സുഖം കിട്ടും. ഗ്രഹപുഷ്ടി ഉണ്ടാകും. കുടുംബത്തില് സമാധാന അന്തരീക്ഷവും നല്ല ഒരു അവസ്ഥയും കുടുംബത്തിൽ ഉണ്ടാകും. ഗ്രഹപുഷ്ടി ഉണ്ടാകും. ബന്ധുഗുണം ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാകും. ബന്ധുഗുണം ഉണ്ടാകും. യാത്രാഗുണം ഉണ്ടാകും. യാത്രയൊക്കെ പോകുമ്പോൾ യാത്രയിലൊക്കെ ഇവർക്ക് ഗുണകരമായ കാര്യങ്ങൾ നേടാൻ സാധിക്കും. യാത്രാഗുണം ഉണ്ടാകും. സ്വജന ബഹുമാനം കിട്ടും. സ്വജനങ്ങളുടെ ബഹുമാനങ്ങളും ഇവർക്ക് കിട്ടാനായിട്ട് ഇടവരും. അതോടൊപ്പം തന്നെ ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകും. എന്തൊക്കെയാണ്? വാഹന ഭയം ഉണ്ടാവും. അതായത് വാഹനത്തിൽ ഭയം ഉണ്ടാവും. വാഹനത്തെ കൊണ്ട് ഭയം ഉണ്ടാകും. രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രോഗങ്ങൾ വരും. അലസത, മടി, ഇതെല്ലാം ഉണ്ടാകാം. അലസതയുണ്ടാകും, മടിയുണ്ടാവും, എന്ത് പ്രവൃത്തി ചെയ്യാനും ഒരു ഉന്മേഷക്കുറവുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വരും. മനോവ്യസനങ്ങൾ വന്നു ചേരാം. മനോദുഃഖങ്ങൾ വന്നു ചേരാം. കാര്യ തടസ്സങ്ങൾ വന്നു ചേരാം. കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ വരാം. സാമ്പത്തികമായിട്ട് ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. ശത്രുപീഡയുണ്ടാകും. ശത്രുക്കളുടെ ദോഷങ്ങൾ ഉണ്ടാകും. ശത്രുദോഷങ്ങളും ഏൽക്കാൻ ഇടവരും. ഇത്രയും കാര്യങ്ങളാണ് ഈ മിഥുനക്കൂറിൽ വരുന്ന മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി നക്ഷത്രങ്ങൾക്ക് പൊതുവർഷഫലമായി ഉണ്ടാവുന്നത്. ഇവർക്ക് കണ്ടകശനി സമയം കൂടിയാണെന്നുള്ള ഓർമ്മ വേണം. ഗോചരവശാൽ ഇവർക്ക് കണ്ടകശനിയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഉള്ള ഈ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് ഞാനിവിടെ സവിസ്തരം പറഞ്ഞത്. കൂറിന്റെ രാശിഫലമാണ് ഞാൻ പറയുന്നത്. കൂറ്. അപ്പൊ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? പുണർദം, കാലി, പൂയം, ആയില്യം, ഈ നക്ഷത്രങ്ങളാണ് കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2025 ഒക്ടോബർ 18 വരെ വേഴം 12-ലും അതിനുശേഷം ജന്മത്തിലും 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 12-ലും 2026 ജൂൺ 1-ന് ശേഷം ജന്മത്തിലും ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും വരുന്നതിനാൽ, ഗോചരപരമായി ഇങ്ങനെ വരുന്നതിനാൽ ഈ വർഷം ഗുണദോഷ ഫലങ്ങളാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഗുണാധിക്യം കൂടുതൽ ഉണ്ടാകും. ദോഷത്തെക്കാൾ കൂടുതൽ ഗുണം ഉണ്ടാകാനാണ് ഈ കൂറുകാരിൽ വരുന്ന പുണർദം, കാൽ, പൂയം, ആയിൽ എന്ന നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്തൊക്കെയാണ് അവർക്കുണ്ടാവുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ച് ഭൂമി ലാഭം ഉണ്ടാവും. അപ്പൊ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി മേടിക്കാൻ സാധിക്കും. ഭൂമിയിൽ നിന്നും വരുമാനം ഉണ്ടാകും. അതാണ് ഭൂമി ലാഭം എന്ന് പറഞ്ഞത്. പുതുതായി ഗ്രഹനിർമ്മാണം തുടങ്ങാൻ ഇവർക്ക് സാധിക്കും. പുതിയതായിട്ട് ഗ്രഹനിർമ്മാണം, അത് പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗലബ്ധി ലഭിക്കും. ഉദ്യോഗത്തിൽ പ്രമോഷനോ അല്ലെങ്കിൽ ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. വിവാഹം, മംഗളകർമ്മങ്ങൾ എന്നിവ ഇവർക്കുണ്ടാകും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുന്ന സമയമായിരിക്കും.
വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല വാർത്ത കേൾക്കാനായിട്ട് ഇടവരും. വ്യവസായ പുരോഗതി ഇവർക്കുണ്ടാകും. വ്യവസായങ്ങളിലോ കച്ചവടങ്ങളിലോ വ്യാപാരങ്ങളിലോ ഏർപ്പെട്ടവർക്ക് അതിൽ ഇവർക്ക് പുരോഗതിയാണ് പറയുന്നത്. സന്താന ലാഭം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് വിഷമിക്കാൻ ഇടവരില്ല. സന്താന ലാഭമാണ് അവിടെ പറയുന്നത്. ബഹുമതികൾ ഇവരെ തേടി വരും. പലവിധ ബഹുമതികൾ ഇവരെ തേടി വരും. സജ്ജന ബഹുമാന്യത ഉണ്ടാകും. അതായത് നല്ല ജനങ്ങളുമായിട്ടുള്ള ബഹുമാന്യത ഇവർക്ക് കിട്ടും. സന്തോഷപരമായ യാത്രകൾ ചെയ്യാൻ ഇടവരും. സന്തോഷപരമായ യാത്രകൾ ചെയ്യാൻ ഇടവരും. പരീക്ഷകളിൽ വിജയം ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോ മറ്റുള്ളവരെ സംബന്ധിച്ചോ ഒക്കെ പരീക്ഷകളിൽ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സരങ്ങളിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം ഉണ്ടാവും ഇവർക്ക്. പൊതുപ്രവർത്തന രംഗത്ത്, അതായത് രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ പൊതുപ്രവർത്തന വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വർഷാവസാനം മനോവിഷമത്തിനിടവരും. വർഷാവസാനം മനോവിഷമത്തിനിടവരും. ആരോഗ്യപരമായ ഹാനി ഉണ്ടാകും. ദേഹാരിഷ്ടതകൾ ഉണ്ടാകും. ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പതന ഭയം ഉണ്ടാകും. അപകട ഭീതി ഉണ്ടാകും. വാഹന ഭയം ഉണ്ടാകും. ബന്ധുജന വിരോധവും ഏൽക്കാനിടവരും. ബന്ധുജനങ്ങളുമായിട്ടുള്ള വിരോധവും ഈ കർക്കിടകക്കൂറിലുള്ള പുണർദം കാലി പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് പുതുവർഷമായി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിങ്ങക്കൂറിൽ വരുന്ന ഫലമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മകം, പൂരം, ഉത്രം, കാലി. മകം, പൂരം, ഉത്രം, കാലി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 11-ലും അതിനുമേൽ 12-ലും 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 11-ലും 2026 ജൂൺ 1-ന് ശേഷം വീണ്ടും 12-ലും വരുന്നു. ശനി 8-ലും രാഹു 7-ലും കേതു ജന്മത്തിലും വരുന്നതിനാൽ ഈ വർഷം രാഹു 7-ലും കേതു ജന്മത്തിലും വരുന്നതിനാൽ ഈ വർഷം പൊതുവെ ഗുണഫലമാണ് കാണുന്നത്. അതായത് ചിങ്ങക്കൂറുകാർക്ക് ഈ മലയാള പുതുവർഷ ഫലം ഗുണഫലമായിട്ടാണ് കാണുന്നത്. ഇവരുടെ നക്ഷത്രം വരുന്നത് മകം, പൂരം, ഉത്രം, കാലി. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സൽകീർത്തി ഉണ്ടാകും. നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരും. ഇവരെ സംബന്ധിച്ച് പൊതുവെ നല്ല അഭിപ്രായമായിരിക്കും. സൽകീർത്തി ഉണ്ടാകും. സ്ഥാനമാന ലബ്ധി കിട്ടും. ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും. അതേപോലെ തന്നെ ഉദ്യോഗ കയറ്റം ഉണ്ടാകും. പ്രമോഷൻ കിട്ടും. ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗ ലബ്ധി കിട്ടാനും സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകാം. വിവാഹ സംബന്ധമായി കാര്യങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ സംബന്ധമായ നല്ല വാർത്തകൾ കേൾക്കാനും ഇടവരും. വിവാഹ സംബന്ധമായി കർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഇവർക്ക് സാധ്യതയുണ്ട്. സന്തോഷപരമായ യാത്ര ചെയ്യാൻ ഇടവരും. സന്തോഷപരമായി, അതായത് വിനോദയാത്ര, അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾ, യാത്രാ നല്ല അനുഭവങ്ങൾ എല്ലാം ഉണ്ടാകും. സന്താന ലാഭം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ലാഭമുണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങളുണ്ടാകും. കൃഷിയിൽ നിന്ന് ഗുണങ്ങളുണ്ടാകും. കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. ഭൂമി ലാഭമുണ്ടാകും.
ഭൂമിയിൽ നിന്ന് ലാഭമുണ്ടാകും, അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ സാധിക്കും. കച്ചവട വിജയം ഉണ്ടാവും. കച്ചവടം, വ്യാപാരം, വ്യവസായം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കച്ചവട വിജയവും ഉണ്ടാകും. പുതിയ ഗ്രഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. പുതിയ ഗ്രഹനിർമ്മാണം തുടങ്ങാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും ഈ സമയം. എന്നാൽ ഇവരെ സംബന്ധിച്ച് മറ്റ് ചില ദോഷാനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുഭീതി, ശത്രുക്കളെ കൊണ്ട് ചില ദോഷങ്ങൾ ഉണ്ടാകും. മനോവ്യസനങ്ങൾ ഉണ്ടാകും. പല കാര്യങ്ങളിലും മനസ്സിന് പ്രയാസം തട്ടുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും. ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായി എന്ന് വരും. ഇവർക്ക്, ഈ നക്ഷത്രക്കാർക്ക്, മകം, പൂരം, ഉത്രംകാലി ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമശനി കൂടിയാണ്. ഗോചരവശാൽ ഇവർക്ക് അഷ്ടമശനി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കുള്ള ഈ മകം, പൂരം, ഉത്രംകാലി ഈ നക്ഷത്രക്കാരുടെ, ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കന്നിക്കൂറിന്റെ ഫലമാണ് ഞാൻ പറയുന്നത്. കന്നി രാശിയുടെ രാശിഫലമാണ് പറയുന്നത്. അപ്പൊ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ്? ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര ഈ നക്ഷത്രങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2025 ഒക്ടോബർ 18 വരെ വേഴം 10-ലും അതിനുശേഷം 11-ലും, 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 10-ലും, 2026 ജൂൺ 1-ന് ശേഷം വീണ്ടും വേഴം 11-ലും, ശനി 7-ലും, രാഹു 6-ലും, കേതു 2-ലും വരുന്നതിനാൽ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക്, ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഗുണവും ദോഷവും ഉണ്ടാകും. അത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ച് വസ്തുലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. വസ്തുക്കളിൽ നിന്ന് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയതായി വസ്തു വാങ്ങാനും സാധ്യത കാണുന്നുണ്ട്. ഗൃഹപുഷ്ടി ഉണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ഗ്രഹത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കും. വിവാഹപരമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാൻ ഇടയുണ്ട്. മംഗളകർമ്മസിദ്ധി ഉണ്ടാകും. മംഗളപരമായ കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. ധനപരമായി ധനനേട്ടങ്ങൾ ഉണ്ടാകും. ധാന്യ സംബന്ധമായ ധനധാന്യ വർധന ഉണ്ടാകും. വ്യാപാരാദികളിൽ വിജയം ഉണ്ടാകും. വ്യാപാര വിജയം ഇവർക്ക് ഉണ്ടാകാം. കച്ചവടം, വ്യവസായം ഇതിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദേശയാത്രാ ഗുണം ഉണ്ടാകും. വിദേശത്ത് പോകുന്നവർക്കോ വിദേശയാത്ര ചെയ്യുന്നവർക്കോ വിദേശയാത്രാ ഗുണമുണ്ടാകും. ബന്ധുജന ഗുണമുണ്ടാകും. ബന്ധുജന സഹായം ഉണ്ടാകും. സന്താനങ്ങളുടെ സൗഖ്യമുണ്ടാകും. സന്താന സൗഖ്യം ഉണ്ടാകും. ഇവർക്ക് പുണ്യസ്ഥല ദർശനം നടത്താൻ ഇടവരും. പുണ്യസ്ഥലങ്ങളിൽ പോകാനും പുണ്യസ്ഥല ദർശനം നടത്താനും ഇടവരും. എന്നാൽ ഇനി പറയുന്ന ചില കാര്യങ്ങൾ ദോഷങ്ങളായും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് പതനഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പ്രയാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാക്ക് സംബന്ധമായ വാഗ്ദോഷങ്ങൾ ഉണ്ടാകും.
ദാമ്പത്യ സുഖഹീനതയുണ്ടാകും. സ്വജന വിയോഗം ഉണ്ടാകും. സ്വജനങ്ങൾ ഇവരെ വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാകും. വാഹന ഭയം ഉണ്ടാവും. അപകട ഭയം ഉണ്ടാകാം. ശത്രുദോഷങ്ങൾ നേരിടേണ്ടതായി വരും. അപകീർത്തികരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരും. ഇവർക്ക് 7ലാണ് ശനി നിൽക്കുന്നത്. അതായത് കണ്ടകസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. ഇവർക്ക് കണ്ടക ശനിയാണ്. 7ൽ നിൽക്കുന്ന കണ്ടക ശനിയാണ് ഇവർക്ക് ഉള്ളത്. അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, ഈ ചോതി നക്ഷത്രക്കാർ, കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. തുലാക്കൂറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ്? ചിത്തിര, അര, ചോതി, വിശാഖം, ഈ നക്ഷത്രങ്ങളാണ്. ചിത്തിര, അര, ചോതി, വിശാഖം നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 9ലും അതിനുശേഷം 10ലും, 2025 ഡിസംബർ 5 ശേഷം വേഴം വീണ്ടും 9ലും, 2025 ജൂൺ 1 ശേഷം 10ലും, ശനി 6ലും, രാഹു 5ലും, കേതു 11ലും വരുന്നതിനാൽ ഈ വർഷം, ഈ പുതുവർഷം പൊതുവെ ഗുണകരമായാണ് ഇവർക്ക് കാണുന്നത്. അതായത് ഈ തുലാക്കൂറിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം ഈ നക്ഷത്രങ്ങൾക്ക് പുതുവർഷം പൊതുവെ ഗുണമായിട്ടാണ് കാണുന്നത്. ഉദ്യോഗത്തിൽ സ്ഥാനകയറ്റം ഉണ്ടാകും. അതായത് പ്രമോഷൻ കിട്ടും. സ്ഥാനമാനങ്ങളിൽ ഉയർച്ചയുണ്ടാകും. ഇവർക്ക് പുതിയ വീട് നിർമ്മിക്കാൻ ഇവർക്ക് സാധിക്കും. പുതിയ വീടിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനോ, പുതിയ വീട് വാങ്ങാനോ, പുതിയ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കാനോ ഇവർക്ക് സാധിച്ചെന്നു വരും. വിദേശയാത്ര പോകുന്നവർക്ക് വിദേശയാത്രാ ഗുണങ്ങൾ ഉണ്ടാകും. വിദേശയാത്രാ ഗുണമുണ്ടാകും. വാഹന സംബന്ധമായ ലാഭം ഉണ്ടാകും. വാഹന ലാഭം ഉണ്ടാകും. വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങാനുള്ള അവസരവും വന്നു ചേരും. കൃഷി ഗുണമുണ്ടാകും. കൃഷിയിൽ നിന്ന് നേട്ടങ്ങൾ, കൃഷി സംബന്ധമായ കൃഷി കാര്യങ്ങളിൽ നേട്ടങ്ങളും കൃഷി ലാഭത്തിലാക്കുന്ന കാര്യങ്ങളും വന്നു ഭവിക്കും. ധനവർധനയുണ്ടാകും. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും. ധനക്ലേശങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാന പദവി കിട്ടും. അതായത് സ്ഥാനങ്ങൾ കിട്ടും. നേതൃത്വപരമായ കാര്യങ്ങളിൽ ചെയ്യാൻ ഇവർക്ക് സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരും. അപ്പൊ സ്ഥാനമാന പദവി കിട്ടും. വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹ സംബന്ധമായ മംഗളകർമ്മങ്ങൾ, ഗ്രഹത്തിൽ വിവാഹ സൽക്കർമ്മങ്ങൾ നടക്കാൻ, വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മംഗളകർമ്മങ്ങളിലുമൊക്കെ പങ്കെടുക്കാനും അതിൽ സംബന്ധിക്കാനും അതേപോലെയുള്ള ആ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഇവർക്ക് സാധിച്ചെന്നു വരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയമുണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയം ഉണ്ടാകും. മത്സരങ്ങളിൽ വിജയവും ഉണ്ടാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്ക് വന്നു ചേരും. പുതിയതായി പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തകർക്ക് കാര്യവിജയവും പ്രശസ്തിയും രോഗശാന്തിയും ഉണ്ടാകും. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് കാര്യവിജയം ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും. രോഗങ്ങളുള്ളവർക്ക് രോഗശാന്തിയും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇത്രയും ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായ ചില ബുദ്ധിമുട്ടുകൾ, ധനച്ചെലവ് കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. ഗുരുജനങ്ങളുടെ വിയോഗം ഉണ്ടാകും. ഗുരുക്കന്മാരുടെ വിയോഗം ഉണ്ടാകും. വഞ്ചനയിൽ അകപ്പെടാതെ ഇവർ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വഞ്ചനപരമായ കാര്യങ്ങളിൽ ചെന്ന് ഇവർ ചാടാതെ സൂക്ഷിക്കണം.
വൃശ്ചികക്കൂറിന്റെ ഫലമാണ് ഞാൻ പറയുന്നത്. വൃശ്ചികക്കൂർ. അപ്പൊ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2025 ഒക്ടോബർ 18 വരെ വേഴം 8-ലും അതിനുശേഷം 9-ലും 2025 ഡിസംബർ 5 ശേഷം വേഴം വീണ്ടും 8-ലും 2026 ജൂൺ 1 ശേഷം വേഴം വീണ്ടും 9-ലും വരുന്നു. ഇവർക്ക് ശനി 5-ലും രാഹു 4-ലും കേതു 10-ലും വരുന്നതിനാൽ, ഗോചരപരമായി ഇങ്ങനെ വരുന്നതിനാൽ ഇവർക്ക് ഈ വർഷം ഗുണഫലപ്രദമായിട്ടാണ് കാണുന്നത്. അതായത് ഗുണങ്ങൾ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ച് ഉള്ള ഈ കൂറുഫലം, അതായത് രാശിഫലം, വൃശ്ചിക രാശിഫലം എന്താണെന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും, കുടുംബ സ്വസ്ഥതയുണ്ടാകും, കുടുംബത്തിൽ സുഖമുണ്ടാകും, ഗ്രഹപുഷ്ടി ഉണ്ടാകും, കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും. വിവാഹ തടസ്സങ്ങൾ ഇവരെ സംബന്ധിച്ച് മാറിക്കിട്ടും. വിവാഹ കാര്യങ്ങളിൽ, വിവാഹ സംബന്ധമായ വിഷയങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകും. കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ദൂരയാത്ര ഗുണം ചെയ്യും. ദൂരസ്ഥലങ്ങളിൽ പോകാനോ ദൂരയാത്ര ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പുരോഗതി വളരെയധികം ഉണ്ടാകും. കൃഷി നേട്ടം ഉണ്ടാകും. കൃഷിയിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാകും. കൃഷി സംബന്ധമായി വളരെ നല്ല കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. രോഗശാന്തി ഉണ്ടാകും. രോഗ അനുഭവം ഉള്ളവർക്ക്, രോഗങ്ങൾ ഉള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാപാര നേട്ടം ഉണ്ടാകും. അതായത് കച്ചവട സംബന്ധമായും വ്യാപാര സംബന്ധമായും വ്യവസായ സംബന്ധമായും ഒക്കെ അതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഭൂമി ലാഭം ഉണ്ടാകും. ഭൂമി സംബന്ധമായ ലാഭം, ഭൂമി കൊണ്ട് ലാഭം ഉണ്ടാകും. ഭൂമി വാങ്ങാനോ അതേപോലെ തന്നെ ഭൂമിയിൽ കൂടുതൽ കാര്യങ്ങൾ, ഭൂമി സംബന്ധമായ കൂടുതൽ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാനോ സാധ്യത ഉണ്ട്. സ്ഥാനമാന പദവി ഇവർക്ക് കിട്ടും. സ്ഥാനമാനങ്ങളിൽ നിന്ന് ഇവർക്ക് പദവി കിട്ടും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പദവി കിട്ടും. മത്സരങ്ങളിൽ വിജയമുണ്ടാകും. ഉന്നതമായ പരീക്ഷാ വിജയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാരംഗത്തുള്ളവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണിത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വരും. ബഹുമതി ഇവരെ തേടി വരും. ബഹുമതി കിട്ടും, സൽക്കാരങ്ങൾ കിട്ടും. അതേപോലെ തന്നെ ഇവർക്ക് അവാർഡ്, അതേപോലെ തന്നെ മറ്റ് ഇവർക്ക് ഇവരുടെ പ്രവർത്തികളിലുള്ള കഴിവ് തെളിയിച്ചതിൻ്റെ ബഹുമതികൾ ഇവരെ തേടി വരും. അതോടൊപ്പം ഇവർക്ക് ഈ വിശാഖം, കാലാനീഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വജനങ്ങളുടെ വിയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വജനങ്ങൾ, അവര് സ്വന്തക്കാരായിട്ടുള്ള പലരുടെയും വിയോഗം ഉണ്ടാകും. പുണ്യകർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം. ചിലപ്പോൾ ചില പുണ്യകർമ്മങ്ങൾക്ക് തടസ്സം വന്നു ചേരാം. ആരോഗ്യപരമായി ചില ആരോഗ്യഹീനതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുഭീതി ഉണ്ടായെന്ന് വരും. ശത്രുദോഷം ഏൽക്കാനും ഇടയുണ്ടാകും. ധനുക്കൂറ്. അപ്പൊ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഈ നക്ഷത്രക്കാർക്ക്
പുതുവർഷം, ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 7-ലും അതിനുശേഷം 8-ലും 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 7-ലും 2026 ജൂൺ 1-ന് ശേഷം 8-ലും ശനി 4-ലും രാഹു 3-ലും കേതു 9-ലും വരുന്നതിനാൽ ഇവർക്ക് പുതുവർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. ഗുണദോഷ, അതായത് ഗുണങ്ങളും ഉണ്ടാവും ദോഷങ്ങളുണ്ടാവും. ഗുണദോഷ ഫലങ്ങളാണ് കാണുന്നത്. ഇവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാം എന്ന് നോക്കാം. ഗ്രഹനിർമ്മാണം നടക്കാൻ സാധ്യതയുണ്ട്. ഇവർ പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ലൊരു സമയമാണ് ഇപ്പോഴുള്ളത്. വസ്തുലാഭം ഉണ്ടാകും. വസ്തുക്കളിൽ നിന്ന് ലാഭം ഉണ്ടാകും, അല്ലെങ്കിൽ വസ്തു വാങ്ങാൻ സാധിച്ചെന്നും വരും. സൽകീർത്തി ഉണ്ടാകും. ഇവരുടെ പ്രവൃത്തികളിൽ നിന്നും ഇവർക്ക് സൽകീർത്തി കേൾക്കാനും ഇടവരും. വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹ സംബന്ധമായ മംഗളകർമ്മങ്ങളിൽ ബന്ധുക്കളോടൊപ്പം സഹകരിക്കുവാനും അതോടൊപ്പം തന്നെ ആ പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് സാധിച്ചെന്നു വരും. ദാമ്പത്യമായി സുഖം ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കും. ദാമ്പത്യ ഗുണമുണ്ടാകും. ഗ്രഹപുഷ്ടി ഉണ്ടാകും. ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. സന്താന പുരോഗതി ഉണ്ടാകും. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. സന്താന ഗുണം ഉണ്ടാകും. വാഹന ലാഭം ഉണ്ടാകും. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാനും വാഹനങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കുവാനും ഇവർക്ക് സാധിച്ചെന്ന് വരും. പുണ്യതീർത്ഥയാത്ര ചെയ്യാം. പുണ്യതീർത്ഥയാത്ര പോകാൻ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ, ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. വിശേഷ വസ്ത്രധാരണത്തിനായി വിശേഷ വസ്ത്രങ്ങൾ ലഭിക്കാനായിട്ട് സാധിച്ചെന്ന് വരും. വ്യാപാര നേട്ടമുണ്ടാകും. കച്ചവട സംബന്ധമായി, വ്യാപാര സംബന്ധമായി, ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കും. മത്സരാദികളിൽ വിജയം ഉണ്ടാകും. വിദേശയാത്രാ സംബന്ധമായ ഗുണങ്ങൾ ഇവർക്കുണ്ടാകും. വിദേശയാത്രക്ക് പോകാൻ സാധിച്ചെന്ന് വരും. വിദേശയാത്രയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇനി ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനചലനങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. മാതൃജനക്ലേശം ഉണ്ടാകും. അതായത് അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് ക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യഹീനതയുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ബന്ധുവിരോധം, ബന്ധുജനങ്ങളുടെ വിരോധം കേൾക്കാനോ കാണാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ സാധ്യത വരും. ദാമ്പത്യ ദോഷം ഉണ്ടാകും. ദാമ്പത്യ കാര്യങ്ങളിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. ധനച്ചെലവ് കൂടി എന്ന് വരും. ശത്രുഭയം ഉണ്ടാകും. ശത്രുദോഷങ്ങൾ ഉണ്ടാകും. ഇവർക്ക് ശനി 4-ൽ വരുന്നതിനാൽ ഇവരെ സംബന്ധിച്ച് കണ്ടക ശനിയായിരിക്കും. ആർക്ക്? ഈ മൂലം, പൂരാടം, ഉത്രാടം കാലിൽ വരുന്ന ധനുക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടക ശനി സമയമായത്. അപ്പൊ കണ്ടക ശനി ദോഷവും ഇവർക്ക് ഏൽക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. മകരക്കൂറിന്റെ ഫലമാണ് ഞാൻ പറയാവുന്നത്. മകരക്കൂർ. അപ്പം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം, അര. ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം, അര. ഇതാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരുടെ മകരക്കൂറിൽ 2201 പുതുവർഷ മലയാള മാസഫലമാണ് ഞാൻ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 6-ലും അതിനുശേഷം 7-ലും 2025 ഡിസംബർ 5-ന് ശേഷം വേഴം 6-ലും 2026 1
ജൂൺ 1 ശേഷം 7-ലും ശനി 3-ലും രാഹു 2-ലും കേതു 8-ലും വരുന്നതിനാൽ ഇവർക്ക് ഗുണാധിക്യമുള്ള കാലമായിരിക്കും. മനസ്സിലായ? അതായത് ഇവർക്ക് ഗുണം കൂടുതൽ, ഗുണം കൂടുതൽ കിട്ടാവുന്ന കാര്യമാണ് വരുന്നത് ഈ പുതുവർഷ ഫലമായിട്ട്. എന്തൊക്കെയാണ് അവർക്ക് ഗുണം കിട്ടുന്നത് നോക്കാം. ഇവരെ സംബന്ധിച്ച് ഗ്രഹലാഭം ഉണ്ടാവും. അതായത് വീട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗ്രഹത്തിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും, ഗ്രഹലാഭം ഉണ്ടാവും. വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് മേടിക്കാൻ സാധിച്ചെന്ന് വരും. ഗ്രഹനിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം തുടങ്ങാൻ സാധിച്ചെന്ന് വരും. അല്ലെങ്കിൽ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അത് തുടങ്ങാനും സാധിച്ചെന്ന് വരും. ഗ്രഹലാഭം ഉണ്ടാകും. ധനധാന്യ സമൃദ്ധി ഉണ്ടാവും. അതായത് ധനധാന്യ സമൃദ്ധി, ധനവും ധാന്യവും സമൃദ്ധിയായി ഇവർക്ക് ഉണ്ടാകും. കുടുംബ സൗഖ്യം ഉണ്ടാവും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും, കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും, കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യതയുണ്ടാകും. അങ്ങനെയുള്ള കുടുംബ സൗഖ്യം ഉണ്ടാവുന്നത്. അപ്പൊ കുടുംബ സൗഖ്യം ഉണ്ടാവും. സാമ്പത്തിക ബാധ്യത തീരും. കുടുംബത്തിന് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അതെല്ലാം തീരാനായിട്ട് ഇടവരും. സാമ്പത്തിക ബാധ്യത തീരും. വിവാഹ മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും. വിവാഹപരമായിട്ടുള്ള മംഗളകർമ്മങ്ങൾ, വിവാഹ സംബന്ധമായ മറ്റ് കാര്യങ്ങൾ എല്ലാം ഈ അവരുടെ ഗ്രഹത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. സ്വജന സഹായം കിട്ടും. സ്വജനങ്ങളിൽ നിന്ന് സഹായം കിട്ടും ഇവർക്ക്. ഉദ്ദിഷ്ട കാര്യജയം, അതായത് ഇവര് ഉദ്ദേശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും, അതായത് ഉദ്ദേശിച്ചിരിക്കുന്ന ഇഷ്ടമായ കാര്യങ്ങൾ ഇവർക്ക് സാധിച്ചെന്ന് വരും. വ്യാപാര വിജയം ഉണ്ടാവും. വ്യാപാരം, കച്ചവടം, ബിസിനസ്, വ്യവസായം ഇതിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വ്യാപാര നേട്ടങ്ങൾ, അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയം ഉണ്ടാവും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സരങ്ങളിലോ പരീക്ഷകളിലോ എല്ലാം ഇവർക്ക് വിജയം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കർമ്മരംഗ ഗുണമുണ്ടാകും. ഇവർക്ക് കർമ്മരംഗത്ത് ഏറ്റവും കൂടുതൽ കാര്യവിജയങ്ങൾ ഉണ്ടാവും, കാര്യനേട്ടങ്ങൾ ഉണ്ടാവും. അതാണ് കർമ്മരംഗ ഗുണമുണ്ടാവും എന്ന് പറഞ്ഞത്. പൊതുപ്രവർത്തന വിജയം ഉണ്ടാവും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുപ്രവർത്തന വിജയം, പൊതുപ്രവർത്തകർക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്ന കാലമായിരിക്കും. രോഗശാന്തി കിട്ടുന്ന സമയമായിരിക്കും. രോഗങ്ങളുള്ളവർക്ക് രോഗശാന്തിയും കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് വേറെ ചില ദോഷാനുഭവങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? ബന്ധുജന വിരോധം ഇവർക്കുണ്ടാകും. ബന്ധുക്കളുമായി ചില വിരോധങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. അധിക ചിലവുണ്ടാവും. അതായത് ധനപരമായ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ അധിക ചിലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകാം. ചില ചെയ്യുന്ന പ്രവൃത്തികളിൽ തടസ്സങ്ങൾ ഉണ്ടായിന്ന് വരും. സ്ഥാനചലനങ്ങൾ ഉണ്ടാവും. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുള്ളവരിൽ നിന്ന് സ്ഥാനചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ രോഗം, ഉദരസംബന്ധമായി ഇവർക്ക് രോഗങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കുംഭക്കൂറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 5-ലും അതിനുശേഷം 6-ലും, 2025 ഡിസംബർ 5-ന് ശേഷം വേഴം 5-ലും, 2025 ജൂൺ 1-ന് ശേഷം 6-ലും, ശനി 2-ലും, രാഹു ജന്മത്തിലും കേതു 7-ലും വരുന്നതിനാൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ നടക്കുന്നത്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഗുണമുണ്ടാവും, ദോഷം ഉണ്ടാവും. അപ്പൊ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർമ്മസിദ്ധി ഇവർക്ക് പറയുന്നുണ്ട്. കർമ്മത്തിൽ സിദ്ധി പറയുന്നുണ്ട്. കർമ്മസിദ്ധി,
അതായത് പ്രവർത്തികളിൽ സിദ്ധി, നേട്ടങ്ങൾ എല്ലാം ഉണ്ടാവും. ജനസഹായം കണ്ടു. പൊതുവെ പൊതുപ്രവർത്തകരിൽ നിന്നോ മറ്റ് ജനങ്ങളിൽ നിന്നോ ഒക്കെയുള്ള ജനസഹായം ഇവർക്ക് കിട്ടും. ദാമ്പത്യപരമായിട്ട് സുഖങ്ങൾ ഉണ്ടാവും. ദുഃഖങ്ങളല്ല, ദാമ്പത്യ സുഖമുണ്ടാവും. അപ്പൊ ദാമ്പത്യപരമായിട്ട് സുഖങ്ങളുണ്ടാകും. ഭൂമി ലാഭം ഉണ്ടാവും. ഭൂമിയിൽ നിന്നും ഇവർക്ക് ലാഭം ഉണ്ടാകും. അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ സാധിക്കും. ഭൂമി ക്രയവിക്രയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമിയിലൂടെ ക്രയവിക്രയ ലാഭം ഉണ്ടാകും. വിവാഹാദി മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും. വിവാഹം, മംഗളകർമ്മങ്ങൾ ഇതെല്ലാം വിവാഹത്തിൽ നടക്കും. ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ദൂരയാത്രക്ക് പോകാൻ ഇടവരും. സ്ഥാനചലനങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ചിലപ്പോൾ സ്ഥാനമാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. വ്യാപാര വിജയം ഉണ്ടാകും. വ്യാപാരം, ബിസിനസ്, കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വിജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാപാര വിജയം ഉണ്ടാകും. കൃഷി നഷ്ടം ഉണ്ടാകും. കൃഷി സംബന്ധമായ നഷ്ടങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ കൃഷിയിൽ നിന്ന് നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കുടുംബത്തിൽ വിരോധം ഉണ്ടാകാൻ ഇടവരും. കുടുംബ സംബന്ധമായി കുടുംബത്തിൽ വിരോധമുണ്ടാകും. വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകും. വിദ്യയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. അലസത വർദ്ധിക്കാൻ ഇടവരും. അലസതയുണ്ടാകും. കലാപരമായ കാര്യങ്ങളിൽ തടസ്സമുണ്ടാകും. കലാപരമായ കാര്യങ്ങളിൽ തടസ്സമുണ്ടാകും. ശത്രുജന വിരോധം ഏൽക്കാൻ ഇടവരും. ശത്രുക്കളിൽ നിന്നും വിരോധം ഏൽക്കാൻ ഇടവരും. മനോവ്യസനത്തിന് ഇടവരും. മനോവ്യസനം ഉണ്ടാകാം. വിദേശത്തുള്ളവർക്ക് തടസ്സങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം. വിദേശത്തുള്ളവർക്ക് തടസ്സങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവിട്ടം, മര, ചതയം, പുരുരുട്ടാതി, മുക്കാലി ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7.5 ശനിയുടെ സമയവും കൂടിയാണ്. അപ്പോൾ 7.5 ശനി സംബന്ധമായ മറ്റ് ചില കാര്യങ്ങളും ഇവർക്ക് അനുഭവത്തിൽ വരും. അപ്പൊ കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി ഈ നക്ഷത്രങ്ങളുടെ പുതുവർഷഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മീനക്കൂറിൽ വരുന്ന രാശിഫലമാണ് ഞാൻ പറയുന്നത്. മീനക്കൂറിൽ വരുന്ന രാശിഫലം. അപ്പൊ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 4-ലും അതിനുശേഷം 5-ലും 2025 ഡിസംബർ 5-ന് ശേഷം വേഴം 4-ലും 2026 ജൂൺ 1-ന് ശേഷം 5-ലും ശനി ജന്മത്തിലും രാഹു 12-ലും കേതു 6-ലും വരുന്നതിനാൽ പൊതുവെ ദോഷാധിക്യമുള്ള കാലമാണ്. ഗുണം കുറവും ദോഷം കൂടുതലുള്ള ഒരു കാലമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. എന്നാൽ ചില ഗുണാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. അതെല്ലാം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവരെ സംബന്ധിച്ച് ഗ്രഹസംബന്ധമായ പുഷ്ടി ഉണ്ടാവും. ഗ്രഹസംബന്ധമായ, അതായത് വീട്ടിൽ ഒരു നല്ലൊരു ഗ്രഹ സംബന്ധമായ നല്ല അവസ്ഥ ഉണ്ടാവും. കുടുംബ സൗഖ്യമുണ്ടാവും. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ഗുണമുണ്ടാവും. ബന്ധുജന ഗുണം ഇവർക്ക് ഉണ്ടായിന്ന് വരും. ബന്ധു ഗുണമുണ്ടാവും. വിവാഹം, മംഗളകാര്യങ്ങൾ, വിവാഹാദി മംഗളകാര്യങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനോ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തുടക്കം കുറിക്കാനോ ഒക്കെ ഇവർക്ക് സാധിച്ചെന്ന് വരും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. ഇവരുടെ പ്രവർത്തികളിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാവും. കർമ്മരംഗ പുരോഗതിയാണ് പറയുന്നത്. വാഹന ലാഭം ഉണ്ടാവും. വാഹനം വാങ്ങാൻ സാധിച്ചെന്ന് വരും. പുതിയ വാഹനങ്ങളിൽ കയറാൻ സാധിച്ചെന്ന് വരും.
പുതിയ വാഹനങ്ങളിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വാഹന സംബന്ധമായ പുരോഗതിയും ഇവർക്ക് ഉണ്ടാകും. വാഹന നേട്ടമുണ്ടാകും. അതുകൂടാതെ ദൂരയാത്രാ നേട്ടമുണ്ടാകും. ദൂരയാത്ര പോവുകയാണെങ്കിൽ അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ദൂരയാത്ര സംബന്ധമായ ഗുണാനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. കൃഷി നേട്ടമുണ്ടാകും. കൃഷിയിൽ നിന്നും ഇവർക്ക് നേട്ടമുണ്ടാകും. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃഷി സംബന്ധമായി നല്ല കാര്യവിജയങ്ങൾ കൃഷി സംബന്ധമായി ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് നേട്ടങ്ങളായി പറയാവുന്നത്. ഇനി ചില കോട്ടങ്ങളും ഇവർക്കുണ്ടാവും. സാമ്പത്തികമായി ചില പരാധീനതകൾ ഇവർക്ക് വന്നുകൂടും. സാമ്പത്തിക പരാധീനതയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അലസത, പരാജയം എന്നിവ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് അലസത, പരാജയം എന്നിവയുണ്ടാകാം. കായിക രംഗത്ത് അപകടങ്ങൾ ഉണ്ടാകാം. കായികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ജനവിരോധം കേൾക്കേണ്ടി വരും. ജനങ്ങളുടെ വിരോധത്തിന് പാത്രമാവും. അതായത് ജനങ്ങളിൽ നിന്നും ഇവർക്ക് നല്ല അനുഭവങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല. അവരിൽ നിന്നും ചീത്താനുഭവങ്ങൾ ഉണ്ടായിന്ന് വരും. രാഷ്ട്രീയക്കാർക്ക് ജനവിരോധം കേൾക്കേണ്ടി വരും. പ്രതിസന്ധികൾ, ഇവരെ സംബന്ധിച്ച് പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ടതായിട്ട് വരും. ദാമ്പത്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകും. സ്വജന വിയോഗം ഉണ്ടാകും. സ്വജനങ്ങളുടെ വിയോഗം, വേർപാട് ഉണ്ടാവും. രോഗാരിഷ്ടതകൾ വന്നു ചേരും. രോഗത്തിന് ശരീര സുഖക്കുറവ്, മറ്റ് രോഗങ്ങൾ എല്ലാം വന്നു ചേരാനും സാധ്യതയുണ്ട്. ഇവർക്ക് 7ാം ശനിയിൽ ജന്മശനി കൂടിയാണ്. 7ാം ശനി ദോഷം, അതോടൊപ്പം ജന്മശനി കൂടിയാണ്. അതാണ് കാര്യങ്ങൾക്ക് കുറച്ച് ഗുണത്തെക്കാളേറെ ദോഷാനുഭവങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത.